ഈ മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു എന്നൊരു വാർത്ത വരുന്നു. അതായത് ഒരു തെറ്റായ രീതിയിലുള്ളൊരു പ്രചാരണമാണ്. അതായത് മലങ്കര ഡാം ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അത് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ട് DDMAക്കും തഹസിൽദാർക്കും എല്ലാം ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. പക്ഷേ ആ പെർമിഷൻ അവർ ടൈപ്പ് ചെയ്ത് ഓർഡറാക്കി തന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ചിലപ്പോൾ അല്പം സമയം എടുക്കുമായിരിക്കും. പക്ഷേ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നതനുസരിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളത് ഡാമിൻ്റെ സുരക്ഷിതത്വത്തിന് വളരെ അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ നിലയിൽ ഞാൻ മനസ്സിലാക്കുന്ന മലങ്കര 5 ഷട്ടറുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിൽ 4 ഷട്ടറുകൾ 50 സെൻറ്റിമീറ്ററും ഒരു ഷട്ടർ 10 സെൻറ്റിമീറ്ററുമാണ് ഉയർത്തിയിട്ടുള്ളത്. ഇപ്പം ഏതാണ്ട് ഞാൻ ഇപ്പോൾ പരിശോധിച്ച് ലേറ്റസ്റ്റായിട്ട് നോക്കുമ്പോൾ 40.79 ആണ് അവിടെ ഇപ്പോൾ നിലവിൽ കാണുന്ന ലെവൽ. 39.5 അത് കൺട്രോൾ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു സ്ഥിതി. അപ്പോൾ അതനുസരിച്ച് അത് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു അറിയിപ്പ് കിട്ടിയില്ല എന്ന് പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കിയോടത്തെങ്കിൽ പെർമിസിബിളായ ഈ ഹൈറ്റിൽ വെള്ളം താഴേക്ക് പോയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും രൂപപ്പെട്ടിട്ടില്ല. പക്ഷേ ഭാവിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ കുറേ കൂടി ജാഗ്രത പുലർത്തണം എന്നുള്ളതിന് ആവശ്യമായ നിർദ്ദേശം ജില്ലാ അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരിത്തരം കാര്യങ്ങൾ കിട്ടിയാൽ അപ്പം തന്നെ അറിയിപ്പ് പോകണം. അത് അറിയിപ്പ് പോകണം. കാര്യം ഒരു കാര്യം ചെറിയ കാര്യമായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഭാവിയിലേക്ക് ജലനിരപ്പ് ഉയർന്നു വരികയും കൂടുതൽ വെള്ളം തുറന്നു വിടുകയും ചെയ്താൽ മുൻ അറിയിപ്പുകൾ കൃത്യം പോകുന്നതിന് വേണ്ടി വരുന്ന നിർദ്ദേശങ്ങൾ താലൂക്ക് തലത്തിൽ തഹസിൽദാരും വില്ലേജ് ഓഫീസറും ഉൾപ്പെടെയുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇതര ഡിപ്പാർട്ട്മെൻറ്റും മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ തന്നെയുള്ള ഒരുക്കങ്ങളെല്ലാം കൃത്യമായി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തിലെ ഇന്ന് ബഹുഭൂരിപക്ഷം ഡാമുകളും ഏതാണ്ട് 16 ഡാമുകളും 2 ബാരേജുകളും ഒരു റെഗുലേറ്ററുമാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയിലുള്ളത്. അതിൽ ഈ മലങ്കര, മണിയാർ, പുതുത്തങ്കട്ട്, പയശ്ശി, കാരാപ്പുഴ, കുറ്റ്യാടി ഇത്രയും സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. എന്നാൽ കാണേണ്ട ഒരു കാര്യം മറ്റ് പല സ്ഥലത്തും നിലവിലുള്ള ജലനിരപ്പ് വെച്ച് നോക്കുമ്പോൾ ഇപ്പം പോത്തുണ്ടി, വാളയാറ്, വാഴാനി, പീച്ചി, മലമ്പുഴയൊക്കെ സംഭരണശേഷി 30% താഴെയാണ് ജലനിരപ്പുകളും ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഡാമുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഏറെ ശക്തമായ മഴ വന്നാൽ ഉദ്ദേശിച്ചതിനേക്കാൾ പെട്ടെന്ന് ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയും ഉണ്ട്. എല്ലാ ഡാമുകളും വലിയ തോതിൽ ജലസമ്പന്നുള്ള ഡാമുകളല്ല. ഇപ്പം മലങ്കര എടുത്ത് പരിശോധന കാണുന്നത് എന്താ, സംഭരണിയുടെ ഇത്ര ശതമാനം വെള്ളമെന്ന് പറയുമ്പോഴും അവിടെ സംഭരണശേഷി കുറഞ്ഞിട്ടുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതാണിപ്പോൾ ഡീസലൈസേഷനിലേക്ക് നമുക്ക് പോകുന്നത്. ഇപ്പം നിലവിൽ നമുക്കവിടെ വെള്ളം കപ്പാസിറ്റി എടുക്കാവുന്നതിനേക്കാൾ ഏതാണ്ട് 30-40% സംഭരണശേഷിയുടെ കുറവ് ഈ വെള്ളം തങ്ങി നിൽക്കാനുള്ള സാധ്യതകൾ തുറന്നു വിടേണ്ട സാഹചര്യങ്ങളിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. അതാണ് ഡീസലൈസേഷൻ നടത്തി നമുക്ക് ഭാവിയിൽ അത് ക്രമീകരിക്കുന്ന ആവശ്യം നടപടി ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകത്തോട് നോക്കും. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ CE ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ചു. അവർ ഈ കാര്യങ്ങളിൽ DDMAക്കും തഹസിൽദാർക്കും നിർദ്ദേശം നൽകിയിരുന്നു, അറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ADMുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അത് ആ ഒരു ഡിലേ പ്രാക്ടീസേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പം നിലവിൽ നമ്മൾ കാണേണ്ടത് അതിൻ്റെ പേരിലൊന്നും അവിടെ സംഭവിക്കാൻ ആ നിലയിലുള്ള ഷട്ടറുകളൊന്നും ഉയർത്തിയിട്ടില്ല. ഇപ്പോൾ അത് 39.5 അത് ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1.5 ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 5 ഷട്ടറുകളും അല്പം കൂടെ ജലനിരപ്പ് ഉയർത്തേണ്ടി വരും. അതൊക്കെ കൺട്രോളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കൺട്രോൾ വീട്ടിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യേണ്ടി വരുന്നില്ല. ഇതാണ് ഇതിനെ സംബന്ധിച്ചുള്ള പൊതുസ്ഥിതി. കേരളത്തിൽ മഴ ശക്തമാകുന്ന നിലയിൽ കൃത്യമായി മോണിറ്ററിംഗ് നടത്താനും അത് കൃത്യമായി ഈ കാര്യങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ നിർദ്ദേശം ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും റവന്യൂ വകുപ്പും കൂടിയാലോചിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ട് കൂടെ കൂടിയാലോചിച്ചുകൊണ്ട് കാര്യക്ഷമമായ ഇടപെടൽ നടത്താനായിട്ടുള്ള ഇതാണ് കൈക്കൊള്ളുന്നതാണ്. ഇത് ഈ 2018 മുന്നനുഭവങ്ങൾ